കൂട്ടുകാരെ, വാബി സാബി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്തെ കാര്യം, ലിവ് ഇൻ ദ പ്രസൻറ്റ്, ഈ നിമിഷം സുന്ദരം. അതുപോലെ മറ്റൊരു കാര്യം, റിലേഷൻഷിപ്പിൽ ഞാൻ സാധാരണക്കാരൻ എന്ന ചിന്ത വെച്ചിട്ട് വേണം മറ്റേയാളെ കാണാനായിട്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യം, ലളിതമായ ഭക്ഷണം. ഏത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ സ്മെൽ, അതിൻ്റെ കളർ, അതിൻ്റെ രുചി അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ ശീലിക്കുക. മൂന്നാമത് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനവും ബ്യൂട്ടിഫുള്ളാണ്. എന്തുകൊണ്ടും നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റും. നാലാമത്തേത് ക്ലോത്തിങ്ങിൽ നമ്മുടെ വസ്ത്രധാരണം. ഉള്ളതിനെ, നമുക്കുള്ള വസ്ത്രങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. ചെറിയ ചെറിയ കീറലൊക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചിന്തിക്കാം. ആറാമത്തെ നമ്മുടെ ജോലി. നമ്മൾ ചെയ്യുന്ന ഏത് ജോലി, എന്ത് ചെയ്താലും ആ ചെയ്യുന്ന ജോലിയുടെ മൂല്യം മനസ്സിൽ കാണാൻ ശ്രമിക്കാം. ഏഴാമത്തെ കാര്യം, ലേണിംഗ് ജേണൽ എഴുതുക എന്നുള്ളതാണ്. സന്തോഷം മാത്രമല്ല എഴുതേണ്ടത്, പരാജയങ്ങൾ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു എന്നും കൂടി എഴുതി വയ്ക്കാം. എട്ടാമത്തെ കാര്യം, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കാം. നെഗറ്റീവ് മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മരണം, ജോലി നഷ്ടം, അസുഖം, അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്. എങ്ങനെ അതൊക്കെ കൈകാര്യം ചെയ്യും? വഴിത്തിരിവുകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലേക്ക് വന്ന ഇംപെർഫെക്ഷൻസ്. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു അപൂർണത വരുന്നത്. പക്ഷേ ആ ഒരു അപൂർണതയെ നല്ല രീതിയിൽ കാണാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ ഒമ്പതാമത്തെ കാര്യം, മെറ്റീരിയൽ തിങ്സിലല്ലാതെ ലളിതം സുന്ദരം എന്നൊരാശയത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കാം, നല്ലതായിരിക്കും. പത്താമത്തെ കാര്യം, കമ്പാരിസൺ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടും. അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് വാബി സാബി കൊണ്ടുവരാൻ ശ്രമിച്ചാലോ കൂട്ടുകാരെ? താങ്ക് യു.